എറണാകുളം ലോ കോളേജ് അടക്കം 5ഇടത്താണ് BA ക്രിമിനോളജി ഓണേഴ്സ് കോഴ്സ് ഉള്ളത്. ആദ്യ ബാച്ച് പുറത്തിറങ്ങാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോഴ്സിന് ബാർ കൗൺസിലിന്റെ അംഗീകാരമില്ലെന്ന് വിദ്യാർത്ഥികൾ അറിഞ്ഞത്. ബാർ കൗൺസിൽ നിഷ്കർഷിക്കുന്ന മാതൃകയിലല്ല സിലബസ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ നടത്തിയ സമരത്തിനൊടുവിൽ 10 ലക്ഷം രൂപ ഫൈനടച്ചാൽ അംഗീകാരം നൽകാമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി അറിയിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച് വീണ്ടും ചർച്ച നടത്താനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തീരുമാനം. ഭാവി വീണ്ടും അനിശ്ചിതത്വത്തിലായതോടെ വിദ്യാർത്ഥികൾ സമരം പുനരാരംഭിച്ചു. ബാർ കൗൺസിൽ 10 ലക്ഷം രൂപ പിഴ ഈടാക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ള നയമാണ്. അതിപ്പം അടക്കാനായിട്ട് ഇവിടെ ഫണ്ടില്ല എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും, അതായത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് എതിരായിട്ടുള്ള നയമാണ് ഇവിടുത്തെ ക്യാമ്പസ് തൊട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി തൊട്ട് ഇവിടുത്തെ ബാർ കൗൺസിൽ വരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴ്സ് സ്ട്രക്ചറിൻ്റെ തിരുത്തൽ അവർ പറയുന്ന 6ഓളം സബ്ജക്ട് എക്സ്ട്രാ പഠിക്കണമെന്നാണ്. ഇതുവരെ 6 സബ്ജക്ട് ഏതൊക്കെയാണെന്ന് പോലും തീരുമാനിക്കാനായിട്ട് MG യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി പ്രോ VC ഷീന ഷുക്കൂറിനെയാണ് ബാർ കൗൺസിലുമായുള്ള ചർച്ചയ്ക്കായി സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 1200 വിദ്യാർത്ഥികളാണ് BA ക്രിമിനോളജി പഠിച്ച് അഭിഭാഷകരാകാൻ തയ്യാറെടുക്കുന്നത്. അംഗീകാരം സംബന്ധിച്ച അനിശ്ചിതത്വം മൂലം ഇവരുടെ പരീക്ഷകൾ പോലും നടക്കുന്നില്ല. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.